നമുക്കിന്ന് വേലിച്ചീര ഒലത്താം. അതിനെ മൈസൂർ ചീര എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അത് നമുക്ക് വളരെ ഔഷധമുള്ളതാണ്. പണ്ടുകാലം തുടങ്ങിയേ അത് വളരെ പ്രശസ്തമാണ്. നമുക്ക് വേലിച്ചീര പറിച്ചെടുത്ത് നമുക്കത് ഒലത്താം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. വരൂ, നമുക്ക് വേലിച്ചീര പറിക്കാൻ പോവാം. കൂമ്പ് ആകാനായിട്ട് പാകത്തിനുള്ള തണ്ടുകളാണ് ഞാൻ അവിടെ നിർത്തിയിട്ട് ബാക്കി മേളിലേക്കുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇതിൻ്റെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെയും ചെനപ്പ് നന്നായിട്ട് വരും. ഇതിൻ്റെ മൂത്ത തണ്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് കൂമ്പുകളും ഇലകളും എടുത്ത ശേഷം നമുക്കത് വീണ്ടും കട്ട് ചെയ്ത് നടാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇപ്പം മഴ ആയതുകൊണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കൂമ്പ് പോലെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ഇത് മൂത്ത തണ്ടുകൾ നമുക്ക് നടാനെടുക്കാം. എല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ 8 കാലി കൂട് കൂട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. ഇല എന്നിട്ട് വേണം ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാൻ, കേട്ടോ. കണ്ടോ, ഇതുപോലെ കൂമ്പുള്ളത് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഇലയും എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതാണ് ഏറ്റവും നല്ല രുചിയുള്ള ഭാഗം. അതിൻ്റെ കൂമ്പ് കിളുന്ത് തണ്ടും ഇലയും കൂടിയിട്ട്. കണ്ടോ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇലയും കൂമ്പും എല്ലാം കൂടിയിട്ട്. ഇത്രയും കമ്പുകൾ നടാനും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്കിനി ചീര താളിക്കാനായിട്ടുള്ള മൈസൂർ ചീര താളിക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക് അരിഞ്ഞത്, വേപ്പില, ഉപ്പ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് മൊരിച്ചെടുക്കാം.
നന്നായി അത് മൊരിയട്ടെ. കണ്ടോ, നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി കൂടെ ഒന്ന് മൂത്തേക്കട്ടെ. തീ കുറച്ച് വെച്ചേക്കുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് മൂത്ത് പോകും. ഇത്രയും മൂത്ത കൊണ്ടേ പെട്ടെന്നങ്ങ് മൂക്കും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതിടാം. നമുക്ക് നന്നായിട്ട് തേങ്ങ ആ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയുണ്ട്, അതങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ചിരണ്ടി എടുത്ത് വെച്ചിരിക്കും നേരത്തെ. ഒന്ന് ചൂട് കയറിയ ശേഷം നമുക്കിതിലേക്ക് ചീര ഇടാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര കഴുകി വാരി വെള്ളം വാർന്നു പോയ ശേഷം ഇരിക്കുന്ന ചീരയാണ്. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സൈഡ് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി എല്ലാ ഭാഗവും നന്നായി മിക്സ് ആയ ശേഷം അതിനിങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ നേരി തീയിൽ വെച്ച് വേവിക്കും. അപ്പോൾ ആ ഒരു ആവിയും കിട്ടും, വേർപ്പുള്ള അധികം നിൽക്കുകയില്ല. നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആ ഇലയിലേക്ക് പിടിക്കുകയും ചെയ്യും. ഉണ്ടോ, തട്ടിപ്പൊത്തി വെക്കുക. അടിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് വേകും. ആ കളറും പോവില്ല. അടച്ച് വെക്കാതെ തുറന്ന് തന്നെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചാൽ മതി. നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. വാടിക്കഴിയുമ്പോൾ അത് ഇലകളെല്ലാം ഒന്നങ്ങോട്ട് ഒത്തുങ്ങും. ആ പീരയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണമുണ്ട്. പീരയുടെയും സവാളയും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഇത് ഇത്രയും കൂടി ഒന്ന് വെന്തോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക്
ചൂട് ചോറോടുകൂടി കഴിക്കാം. കണ്ടോ, ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി കൂടുതൽ മൂത്ത് പോയാൽ നല്ലതല്ല. എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പിഞ്ച് ഇലകൾ, ഇത് പിഞ്ച് കൂമ്പ് മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള ഇലകളും ചേർത്തിട്ടുണ്ട്. അപ്പം അത് ഒത്തിരി മൂത്ത് പോയാൽ നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത്രയും മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇല്ലാത്ത ആളുകൾ വേലിച്ചീര നടുക. നമ്മുടെ മത്തൻ്റെ അരിയിലോ വേലിയുടെ അരിയിലോ ചുമ്മാ കുത്തി വെച്ചാൽ മതി. നന്നായിട്ട് പെട്ടെന്ന് പിടിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പം നമുക്ക് എപ്പോഴും അത്യാവശ്യം ഒരു ഇച്ചിരി ചെറിയൊരു ചീരക്കറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.